ലബനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം മലയാളിയുടെ കമ്പനിയിലേക്ക് നീങ്ങുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ബൾഗേറിയയിൽ പ്രവർത്തിക്കുന്ന നോട്ട ഗ്ലോബൽ എന്ന സ്ഥാപനമാണ് പേജറുകൾ വിൽക്കാൻ സൗകര്യമൊരുക്കിയത്. കമ്പനി ഉടമയായ വയനാട് സ്വദേശി റിൻസൺ ജോസിനായി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ജിൻസന്റെ അമ്മാവനായ തങ്കച്ചൻ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കാൻ പറ്റിയ ആളുകളുമല്ല, ഇദ്ദേഹമൊക്കെ അയൽവാസികളാണ്. ചോദിച്ചു നോക്കാം, മോനെ അറിയും. ചേട്ടൻ ഇവിടെയുള്ള ആളാണ്. ചേട്ടൻ അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം. ചേട്ടന് കൂടുതൽ അറിയാലേ? ഇവിടെ മുന്നോട്ട് കുറച്ച് മുന്നോട്ട് വരാം. എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. ഞാനിപ്പോഴും ഇയാളെ കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ എന്താണെന്ന് പറ്റിയുള്ള പരിചയങ്ങളാണ്. ജെൻസനല്ലേ ഇവിടെ വന്നു പോയല്ലേ? അവര് വന്നു പോയി. അവന്റെ വൈഫും കുഞ്ഞെല്ലാം ഉണ്ട്. അവര് വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. ആളെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ. നല്ല അഭിപ്രായം. അത് ഈ നാട്ടിൽ ആരും അവരുടെ കുടുംബത്തെ കുറിച്ച് മോശപ്പെട്ടുള്ള അഭിപ്രായം പറയില്ല. അതല്ല, കുട്ടികളെല്ലാം എല്ലാം കൊണ്ടും ഇത് തന്നെയാണ്. ഒരു മനുഷ്യ അങ്ങനെ ഒരു മനസ്സിൽ കറയുള്ള സൈസല്ല. വയനാട് സ്വദേശിയാണ്. ലബനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം മലയാളിയുടെ കമ്പനിയിലേക്കും നീങ്ങുന്നു എന്നുള്ള നിർണായക വിവരങ്ങൾ അല്പസമയം മുമ്പാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ബൾഗേറിയയിൽ പ്രവർത്തിക്കുന്ന നോട്ട ഗ്ലോബൽ എന്ന സ്ഥാപനമാണ് പേജറുകൾ വിൽക്കാൻ സൗകര്യമൊരുക്കിയത്. ഇതിനുടമ വയനാട് സ്വദേശിയായ റിൻസൺ ജോൺസ് ആണ്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എം കമൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, എന്തായാലും ഇങ്ങനെയുള്ള വിവരം വരുമ്പോൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഇത്രത്തോളം വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സംഭവത്തിൽ ഇവരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ ആശങ്കകൾ ഉണ്ടാകും. എന്താണ് അവർ പങ്കുവയ്ക്കുന്നത്? ബന്ധുക്കൾക്ക് നിലവിൽ ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നുമില്ല. ലോക്കൽ പോലീസോ സംസ്ഥാന സർക്കാരിന്റെ ആളുകളോ ബന്ധപ്പെട്ടിട്ടില്ല. മാധ്യമപ്രവർത്തകർ എത്തുമ്പോൾ മാത്രമാണ് ബന്ധുക്കൾ ഇക്കാര്യം അറിയുന്നത്. റിൻസന്റെ മാതാപിതാക്കൾ മാത്രമാണ് വീട്ടിലുള്ളത്. അവർ സംസാരിച്ചിട്ടില്ല. മാതാവിന്റെ സഹോദരൻ, അമ്മാവനായ തങ്കച്ചനാണ് സംസാരിച്ചത്. അദ്ദേഹവും പറയുന്നത് നവംബറിൽ വന്നു പോയിരുന്നു. കുടുംബം അടക്കം നോർവേയിലാണ്, അവിടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ അറിയുകയുള്ളൂ. സ്വന്തമായി ബിസിനസ് ഉള്ള കാര്യമൊന്നും അറിയില്ല. നേരത്തെ പഠിക്കാനാണ് പോയത്. ഇവിടുത്തെ പഠനം പൂർത്തിയാക്കി പഠിക്കാൻ പോയി. പിന്നീട് അവിടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. നവംബറിലാണ് അവസാനമായി വന്നു പോയത്. ഭാര്യയെയോ അദ്ദേഹത്തെയോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിലവിൽ അല്പസമയത്ത് മുമ്പ് പോലും വിളിച്ചിട്ടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. നാട്ടിലും കുടുംബത്തിലുമൊക്കെ നല്ല അഭിപ്രായമാണ് എന്ന വിവരമാണ് ഈ അങ്കിൾ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും അല്പസമയം മുമ്പ് അമ്മാവൻ തങ്കച്ചൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി കേൾക്കാം. എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്. ഞാൻ കല്ലോടിയാണ് താമസിക്കുന്നത്. എൻ്റെ പെങ്ങളെ മകനാണ് റിൻസൺ. അവൻ പഠിച്ചതും വളർന്നു നോക്കി ഇവിടെ തന്നെയാണ്. ജോലി ആവശ്യത്തിനായിട്ട് അവൻ നോർവേയിലേക്ക് പോയി. അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നമ്മുടെ അറിവ് അതിനെപ്പറ്റി നമുക്ക് മോശമൊന്നും പറയാനില്ല, നല്ലത് മാത്രമേ പറയാനുള്ളൂ. നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത്. പിന്നെ പല പല ജോലികളും ചെയ്തു. അങ്ങനെയാണ് കമ്പനി കയറി. സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളതായിട്ട് അറിയില്ല, ഒന്നും അറിയില്ല. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കറിയൂ. ഇതായിരുന്നു അമ്മാവന്റെ പ്രതികരണം. ജിൻസന്റെ അമ്മാവൻ തങ്കച്ചന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കമൽ തുടരുന്നുണ്ട്. കമൽ, അവരെ സംബന്ധിച്ചും അവർക്ക് കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നവംബറിൽ എത്തിയിട്ട് ജനുവരിയിൽ തിരിച്ചു പോയിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യങ്ങളും അവർക്ക് പറയാനില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ ഒരു പശ്ചാത്തലം, കുടുംബത്തിന്റെ, ജിൻസിന്റെ ഉൾപ്പെടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? നാട്ടുകാരൊക്കെ ഉൾപ്പെടെ എന്താണ് പറയുന്നത്? പൂജ, നാട്ടിലൊന്നും ഇവരെക്കുറിച്ച് മോശമായ അഭിപ്രായമൊന്നുമില്ല. 2 ഇരട്ട സഹോദരങ്ങളും ഒരു സഹോദരിയുമാണുള്ളത്. അവരൊക്കെ പഠിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർ. വളരെ നല്ല അഭിപ്രായമാണ് കുടുംബത്തെക്കുറിച്ചും ഈ മക്കളെക്കുറിച്ചുമൊക്കെ നാട്ടിലുള്ളത്. റിൻസും ഇരട്ട സഹോദരനാണുള്ളത്. മറ്റൊരു സഹോദരിയുമുണ്ട്. 3 പേരും വിദേശത്താണ്. റിൻസിൻ്റെ കുടുംബവും വിദേശത്താണ്. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശം അഭിപ്രായം നാട്ടിൽ അവരെക്കുറിച്ച് ഇല്ല. അങ്ങനെ ഒരു പശ്ചാത്തലവുമില്ല. ഈ ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ നാട്ടിലുള്ളത് അല്ലേ? അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. ഈ വിവരം അറിഞ്ഞ് അമ്മയുടെ സഹോദരൻ തങ്കച്ചൻ ഇപ്പോൾ എത്തിയതാണ്. അദ്ദേഹമാണ് പ്രതികരിച്ചത്. മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത്. അവർ പ്രായമായ ആളുകളാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുകയുമില്ല. ശരി, എം കമലാണ് വിവരങ്ങൾ നൽകിയത്.